എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? എന്താണെന്ന് ഞാൻ പറഞ്ഞാലേ ആൽഫി ചേട്ടൻ വാലും പൊക്കിക്കൊണ്ട് ഓടും. രാഷ്ട്രത്തിന്റെ പേരുകളൊന്നും ഇല്ലാത്ത വിശാലമായ ദേശം എന്നൊക്കെ നമുക്ക് പറയാം. അത് നടപ്പാകൽ താങ്കൾക്ക് അറിയാം. ഉട്ടോപ്യൻ സ്വപ്നമാണ് താങ്കൾക്കും അറിയാം. എന്ത് ഉട്ടോപ്യൻ? ചുമ്മാ അസംബന്ധം എന്നോട് ഞാൻ പറഞ്ഞു എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അതിർത്തികൾ ഈ ശാക്തിക ചേരികൾ നാട്ടിനകത്ത് രാജാവ് ഉണ്ടായിരുന്നല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഇയാൾ ചോദിച്ചു കഴിഞ്ഞു. ഇല്ല ഞാൻ ചോദിച്ചില്ല. ആ ന്യായം ഇവിടെ ശാക്തിക ചേരികൾ കൂടുതൽ ബലപ്പെടുന്ന കാലത്ത്, രാഷ്ട്രങ്ങൾ കൂടുതൽ ശക്തമാകുന്ന കാലത്ത് അതിർത്തികളില്ലാത്ത വിശാലമായ സാമ്രാജ്യം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ലെന്നും മൈത്രേ നന്നായി അറിയാം. അറിഞ്ഞൂടാ. തന്നെ പോലുള്ള വിഷയവിവരമില്ലാത്ത മാർക്ക് മാത്രമുള്ള നിലപാടാണ്. അപ്പൊ താങ്കൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു ഇന്ത്യയുടെ പാകിസ്ഥാനും അതിർത്തികൾ മായാൻ പോകുന്നു, അമേരിക്കയുടെ കാനഡ മെക്സിക്കോ അതിർത്തികൾ മായാൻ പോകുന്നു, വിശാലമായ സ്വർഗം ഉണ്ടാകാൻ പോകുന്നു താങ്കൾ വിശ്വസിക്കുന്നോ? ഞാൻ വിശ്വാസം ഒന്നുമുള്ള ആളല്ല, വിവരമുള്ള ആളാ. അപ്പൊ ഇന്ന് താങ്കൾ കരുതുന്നു, അറിയുന്ന ആളാ. താങ്കൾ കരുതുന്നു അങ്ങനെ സംഭവിക്കുന്നതല്ല. അതിനുവേണ്ടി ജീവിക്കുന്ന മനുഷ്യനാണ് ഞാൻ. അത് വെറുതെ ജീവിതമാണ്. വെറുതെ ജീവിതം തന്നെ പോലുള്ള ഇതുപോലെ ഇങ്ങനെ വാചടിക്കുന്നവർക്കുള്ളതാണ്. ഇത് എന്റെ ജീവിതം നടക്കില്ല. അത് എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അത് നടക്കില്ല. അത് ലോകത്ത് നടക്കാത്ത എന്നുള്ളത് തന്നെ പോലുള്ള മനുഷ്യന്മാരുള്ളിടത്തോളം കാലം നടക്കത്തില്ലെന്ന് എനിക്കും അറിയാം. അങ്ങയുടെ വിശാലമായ സ്വപ്നം മാത്രമാണ് സ്ഥിതി സമത്വം എന്ന് പറയുന്നത് പോലെ വിശാലമായി നടക്കാത്ത സ്വപ്നം മാത്രമാണ്. നടക്കാത്ത സ്വപ്നമാണെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. അത് ഇയാൾ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. തീരുമാനമല്ല. അതെ, പിന്നെ തനിക്കത് ആനാരാ അല്ല. ഞാൻ തനിക്ക് ഈ വിഷയം ഒന്നും അറിഞ്ഞൂടാതെ ഇവിടെ നിന്നിട്ട് എന്റെ അടുത്ത് ആകത്തില്ല. അല്ല ശ്രീ മൈത്ര, ഞാൻ താങ്കളെ ഉപദേശിക്കാൻ ആളുമല്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഞാൻ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ചോദിച്ചു മനസ്സിലാക്ക്. അല്ല, പറയാം മനസ്സിലാക്കുള്ള കാര്യമല്ല ഇത്. അല്ല, അപ്പൊ പിന്നെ ഇയാൾക്ക് തീരുമാനം വിഷയത്തിനകത്തുള്ളത്. താങ്കളുടെ സ്വപ്നത്തിൽ ഈ രാജ്യത്തിന്റെ അതിർത്തികളൊക്കെ മാറ്റി വിശാലമായ എല്ലാ വലിയ ലോകം എനിക്ക് നല്ല വിവരമുള്ള ആളാണ്. മണ്ടത്തരമാണ്, നടക്കാൻ പോകുന്നില്ല. നീ ഇത്ര മണ്ടറായി പോയല്ലോ. അത് ഞങ്ങൾക്ക് അറിയാം ആരാ മണ്ടനെന്ന്. അതാ പറഞ്ഞ തന്നെ പോലെ മണ്ടന്മാരിരുന്ന് ഇതേപോലെ ചോദിക്കുമ്പോ ഇതുപോലെ പറയുന്ന സമയത്ത് അത് വിവരത്തോടെ പറഞ്ഞു തരാൻ അറിയുന്ന ആളാണ്. എന്നോട് ചോദിച്ചു മനസ്സിലാക്ക്. പിന്നെ പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്ക് ഇവിടെ വർത്തമാനം കേട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. ഇത് ചോദിച്ചു മനസ്സിലാക്കാനില്ല. അത്രയാണ്. അപ്പൊ പിന്നെ ഇല്ല ഇത് ചോദിച്ചു മനസ്സിലാക്കാനുള്ളതില്ല. അപ്പൊ എനിക്കറിയോ? പിന്നെ എനിക്കൊരു പിണ്ണാക്കോ അറിയില്ല. നിങ്ങൾ വിടരുത്. നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? ഒന്നുമില്ലെങ്കിൽ ഞാനൊരു സാഹിത്യകാരനല്ലേ? ആ ഒരു മതിപ്പെങ്കിലും എനിക്ക് തരണ്ടേ? അത് മനസ്സിലാക്കാനില്ലെന്ന് തീരുമാനിച്ചത് വിശ്വാസിയുടെ ലക്ഷണമാണ്. താൻ ഈ പറഞ്ഞിരിക്കുന്നത് കഠിനമായ വിശ്വാസികളുടെ ലക്ഷണമാണ്. എനിക്കിനി ചോദിച്ചു മനസ്സിലാക്കാനില്ലെന്ന്. ശ്രീ മൈത്രേയൻ യാഥാർത്ഥ്യമല്ലെന്ന് എല്ലാവർക്കും അറിയാം. ആർക്കറിയാവുന്ന കാര്യമാണ്. തനിക്ക് വിവരമില്ലെന്ന് പറ. ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. സുഖമില്ലാത്ത ആളാ. ഇന്നത്തോടെ അവന്റെ ശല്യം അങ്ങ് തീരുമെന്ന് വിചാരിച്ചാ അതിനു പകരം അവനങ്ങ് ഷൈൻ ചെയ്തു.